എല്ലാവരും മാറ്റത്തിന് തയ്യാറാണ്. ആഗ്രഹം എല്ലാവർക്കും ഉണ്ടല്ലോ. എല്ലാം ചില സഹായത്തിനാണ് പേഴ്സണലായിട്ട് ബന്ധപ്പെടാനില്ലാത്ത കുടുംബത്തിലുണ്ട്. ഇങ്ങനെ ഒരു കൂട്ടുകാരൻ പോലെ വഴി ഒരിക്കലും തീരുന്നില്ല അവരെ. അത് നമ്മുടെ ഫ്രണ്ട്ലിയായിട്ട് ഞാൻ സംസാരിക്കുന്നത് മുസ്താനിടത്ത് പോയാൽ അങ്ങനത്തെ ഒരു ചിന്തയെ വേണ്ട. എൻ്റെ മുമ്പുള്ള മഹലിൽ ജോലിയെ മഹലിൽ പോയി ചോദിച്ചാൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഫുള്ള് അവിടെ എൻ്റെ വലുപ്പത്തരം പറയില്ല, ആഗ്രഹം പറയില്ല. അപ്പൊ അങ്ങനെ ഒരിക്കലും അങ്ങനെ നന്നാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കെ ഒരാൾ എന്തെങ്കിലും നിവാസത്തിലൂടെ പോകരുത്. ചിലവ് നന്നാണെങ്കിൽ ചിലപ്പോൾ യാത്രകൾ പോകേണ്ടി വരും. നല്ല യാത്രകൾ ഒത്തൊരുമിച്ച് നല്ല കുട്ടികൾ മജ്‌ലിസുകൾ സംഘടിപ്പിക്കാം. ദിക്ർ ചൊല്ലിയാലും അല്ലെങ്കിൽ കൽവന്നാവും. നമുക്ക് ഒരുപാട് വഴികൾ നമുക്കിടയിലുണ്ട്. ഇതൊക്കെ മാറ്റി വെച്ച് നമ്മൾ വെറും ദുന്യാവായി പോകരുത്. ദുന്യാവും എന്ത് ചെയ്യണം, ഏത് വഴിക്ക് പോകണം എന്ന് പറഞ്ഞു തരാൻ ആളില്ലാത്ത കാരണം കൊണ്ട് മാത്രം ഇന്ന് മറ്റുള്ള പണികൾ ചെയ്യുന്ന ആൾക്കാരുണ്ടോ? കുറച്ചൊക്കെ പഠിച്ച് മീഡിയം ലെവലിലൊക്കെ പഠിച്ച ആൾക്കാർ ഈ സദസ്സിലുണ്ടാവും. ഒന്ന് തള്ളിത്തരാൻ ആളില്ലാത്ത കാരണം കൊണ്ട് പല സ്വപ്നങ്ങളും ബാക്കിയാക്കിയ ആളുകളുണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ മഹലിൽ 10ാം ക്ലാസ് കഴിഞ്ഞ +2 കഴിഞ്ഞ കുട്ടികളെ കണ്ടിട്ട് ആ കുട്ടികളെ ലിസ്റ്റ് നമ്മുടെ കയ്യിലെടുത്തിട്ട് അവർക്ക് വേണ്ട 7 ക്ലാസ്സുകളൊക്കെ കൊടുക്കാൻ വേണ്ടി കഴിയും. ചെറിയൊരു 1000 രൂപ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ കഴിയുന്ന ആളുകൾ അല്ലെങ്കിൽ ഞാനെടുക്കും. ഇവിടെയുള്ള ആളുകളൊക്കെ പിന്നെ കഴിവുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരും കൂടെ 50 രൂപ 30 രൂപ കൂടി നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യം ചെയ്യാം. യുവാക്കളെ കൊണ്ട് ഒരുമിച്ച് കൂടി 1000 രൂപ ഒപ്പിച്ചിട്ട് ഒരാളെ കൊണ്ടുവന്നിട്ട് 10ാം ക്ലാസ് കുട്ടികൾക്ക് +2 കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കാം. നല്ലോണം ഗുണം ചെയ്യും. അതിന് നമ്മൾ പിന്നെ ആൾക്കാരുടെ ഇടയിൽ പിരിവെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ 103 ആൾക്കാർ ഗ്രൂപ്പിലുണ്ട്. ഒരാളെ 50 രൂപ 30 രൂപ 40 രൂപ എടുത്തു കഴിഞ്ഞാൽ ഒരാളെ കൊണ്ടിരാക്കി സിമ്പിൾ കാര്യമാണ്. നമ്മൾ ചിന്തിക്കാത്തതുകൊണ്ടാണ്. അപ്പൊ ഏറ്റവും പറ്റിയൊരു സമയമാണ് ഇപ്പോൾ. അപ്പൊ ആ കാര്യം വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. പിന്നെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുണ്ടാവുമല്ലോ. ഇപ്പം ഇവിടെ ഉസ്താദ് പറഞ്ഞ പോലെ മഹലിൽ വിദ്യാഭ്യാസമുള്ള ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ കൊണ്ട് മഹലിൽ എന്ത് ചെയ്യണം? ഗുണം കിട്ടണം. അപ്പോൾ പിന്നോക്ക അവസ്ഥയിലുള്ള കുട്ടികൾക്ക് സൗജന്യമായി എന്തെങ്കിലും ശനിയോ ചെറിയ ഭൂഷണോ കാര്യങ്ങളോ കൊടുക്കാൻ വേണ്ടി കഴിയും. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിദ്യാഭ്യാസപരമായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. പിന്നെ മറ്റൊരു കാര്യമാണ് ആരോഗ്യകാരുടെ പ്രവർത്തനം. ഇതൊക്കെ നമുക്ക് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം. കൂടുതൽ ചെലവില്ലാതെ തന്നെ ചെറിയ രൂപത്തിൽ മട്ടത്തിൽ എപ്പോഴും ചെയ്യാന്നില്ല, കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് മഹലിൽ ചെയ്യാൻ വേണ്ടി കഴിയും. മാതൃക മഹലിലാക്കി നമുക്ക് മാറ്റാൻ കഴിയും. നിങ്ങൾ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഞാനും പുസ്തകം കൂടിയിട്ട് നേരിട്ട് എല്ലാ കാര്യങ്ങളും പറ്റി നമുക്ക് ചെയ്യാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആരോഗ്യ പ്രവർത്തനങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യാം? കിടപ്പിലായ രോഗികൾക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കാം. ഇവിടെ ഉണ്ടാവുക എനിക്കറിയില്ല. ഇവിടെ എന്തെങ്കിലും ഉപദ്രവങ്ങൾ ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും സംഘടന പാർട്ടിയോ ചെയ്യുന്നുണ്ടാവും? ഇല്ല. അല്ലെങ്കിൽ രോഗ സന്ദർശനം. നമ്മുടെ നാട്ടിൽ അത്ര രോഗികളുണ്ട്. നമുക്ക് ചോദിച്ചാൽ അറിയില്ല. ആ രോഗി നമ്മുടെ കുടുംബത്തിലുള്ളവരെ മാത്രമേ നമുക്ക് അറിയുള്ളൂ. ആ രോഗികളോട് അടുത്ത് പോയിട്ട് പിന്നെ ഒരു രോഗിയുടെ അടുത്ത് പോയിട്ട് ചോദിക്കുക, അങ്ങനെ ഒരവസ്ഥ നോക്കിയിട്ട് അയാൾക്കൊരു ദിവസത്തെ കിറ്റോ കാര്യങ്ങളോ നമ്മൾ യുവാക്കൾ 100 ആൾ കൂടി കഴിഞ്ഞാൽ 500 രൂപയ്ക്ക് കിറ്റ് കൊടുത്താൽ എനിക്ക് സന്തോഷമാവും. ഇപ്പം നമ്മൾ അറിവിലെവിടെയെങ്കിലും രോഗികളുണ്ടെങ്കിൽ ഗ്രൂപ്പിനെ അറിയിക്കാം, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് അറിയിക്കാം. ആളെ പേര് പറയാതെ അവരിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാം. സതയായി ഞാൻ ഏറ്റെടുത്ത് 100 രൂപ തരാം പറഞ്ഞ് കുറച്ച് പൈസ 50-100 രൂപ എടുത്തു കഴിഞ്ഞാൽ വലിയ കാരുണ്യ പ്രവർത്തനം നമ്മുടെ മഹലിൽ നമുക്ക് നടത്താൻ വേണ്ടി കഴിയും. അത് വലിയൊരു കാര്യമാണ്. പിന്നെ മഹലിൽ ബാങ്ക് അവിടെ ഉണ്ടാവും. ഇതെല്ലാം ബ്ലഡ് ഗ്രൂപ്പ് ലിസ്റ്റ് ഇവിടെ ഉണ്ടാവും. ഇപ്പോഴും ഉണ്ടാവും. നിലവിൽ ആരെ വിളിച്ചാൽ പോലുണ്ടാവും. സന്തോഷം ആയിക്കോട്ടെ. ഏതിന്റെ കീഴിൽ കാര്യങ്ങൾ നടന്നാൽ മതി. ക്ലബിന്റെ കീഴിലാണെങ്കിൽ അങ്ങനെ. ക്ലബിന്റെ പേരെന്താ? അപ്പോ അങ്ങനെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം. പിന്നെ മെഡിക്കൽ ക്ലാസ്സുകൾ, സൗജന്യ കണ്ണ് പരിശോധന ക്യാമ്പ്, വ്യവസായ ആൾക്കാരുണ്ടാവും. അതിനൊന്നും വലിയ ചെലവില്ല. അല്ലെങ്കിൽ പിന്നെ പ്രമേയ രോഗനിർണയ ക്യാമ്പ്, ചെറിയ ക്യാമ്പുകളൊക്കെ എന്ത് ചെയ്യാം. നമ്മുടെ നാട്ടിലുള്ള രോഗികളൊക്കെ അല്ലെങ്കിൽ രോഗികളല്ലാത്ത ആളുകൾ അവരെ പരിശോധിക്കാൻ കാര്യങ്ങളൊക്കെ ഒരു വലിയ ഡോക്ടറോടെ കൊണ്ടുവരാൻ, എന്നിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതൊക്കെ 1000, 2000 ഒതുക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതുകൊണ്ടുള്ള ഉപകാരം എന്താണ്? വലിയ ഉപകാരമാണ്.
കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പിന്നെ സോഷ്യൽ സെക്യൂരിറ്റി, സാമൂഹിക സംരക്ഷണം, ലഹരി വിരുദ്ധ ക്യാമ്പുകൾ, അതുപോലെ തന്നെ പ്രശ്നപരിഹാര സെല്ല്, കുടുംബ വഴക്കുകളുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും, നമ്മുടെ മഹിളകളുണ്ടാവും, കുടുംബ പ്രശ്നങ്ങളുള്ളവരുണ്ടാവും. അതൊക്കെ പിന്നെ മാറ്റിയെടുക്കാനുള്ള സെല്ലുകൾ നമുക്ക് പ്രവർത്തിക്കാം. അതിനൊക്കെ വലിയ പണിയുള്ള കാര്യം തന്നെ. അത് സത്യമായി നേരിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. കുടുംബബന്ധം മുറിക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ദോഷമുള്ള ഒരു കാര്യമാണ്. അതിന് എത്ര മഴ ചെയ്താലും എല്ലാവരും മാറ്റത്തിന് തയ്യാറാണ്. കാരണമാണെങ്കിലും ആഗ്രഹം എല്ലാവരും കൊണ്ടല്ലോ. എല്ലാത്തിനും സഹായത്തിന് ഞാനത് പേഴ്സണലായിട്ട് ബന്ധപ്പെടാൻ എല്ലാത്തിനും കുറച്ച് ഒരു കൂട്ടുകാരനെ പോലെ മടി ഒരിക്കലും തീയരുത് ഉണ്ടാവരുത്. അത് കൂടെ ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ സംസാരിക്കണം. പുസ്തകങ്ങളുടെ അടുത്ത് പോയാൽ ഒരു ചിന്തയെ വേണം. എന്റെ മുമ്പുള്ള മഹങ്ങൾ ജോലി ചെയ്ത മഹങ്ങൾ ചോദിച്ചാൽ സുഹൃത്തുക്കളെ പിന്നെ അപ്പൊ അങ്ങനെ ഒരിക്കലും ചെയ്ത് അങ്ങനെ നന്നാവണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കാൻ ചിലപ്പോൾ യാത്രകൾ പോലെയാണ്. നല്ല യാത്രകൾ ഉത്തരവിച്ച് നല്ല ഒരുപാട് വഴികൾ നമുക്കിടയിൽ മാറ്റി വെച്ച് നമ്മൾ വെറും ദുന്യാവ് ആഗ്രഹിക്കരുത്. അങ്ങനെ വിഷയങ്ങളൊക്കെ അവബോധം കുട്ടിയെ കൊടുക്കാം. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് വലിയ കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെറിയ ചെറിയ പൈസ കൊടുക്കുമ്പോഴുള്ള തന്നെയാണ് ഇതിങ്ങനെ അനാരും ഇരുവിരി പറയാതെ നമുക്കിടയിൽ പലൊന്നും ഉൾപ്പെടുത്താൻ നമുക്കിടയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം അതിനുള്ള റെഡിയാണ്. അത് റെഡിയാണെങ്കിൽ നമുക്ക് ഓരോന്നോരോന്ന് ചെയ്യാം. അത് റെഡിയാണോ? അവരൊക്കെ പറഞ്ഞാൽ പ്രധാനമായിട്ട് എന്താ വേണ്ടതോ, ഗ്രൂപ്പിൽ തന്നെ വോയിസ് വിട്ടാൽ പള്ളിക്കാട്ടിൽ ചെല്ലാൻ പറഞ്ഞ പോലെ ഞാൻ തന്നെ ഇന്നിങ്ങനെ പത്രപ്പെട്ട് കേൾക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. എല്ലാവരും എന്ത് ചെയ്യണം, സംസാരിക്കണം. അതാണ് പ്രധാനമായിട്ട് വേണ്ടത്. ആശയവിനിമയം. പല പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള കാരണം എന്താ പറയുക, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. എവിടെ പ്രശ്നം ഉണ്ടെങ്കിലും, കുടുംബത്തിലാണെങ്കിലും മഹലിലാണെങ്കിലും ഒന്ന് പരസ്പരം സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളും ഉണ്ടാകാൻ ഇങ്ങനെ നിന്ന് അല്ലേ. ആ സംസാരത്തിലൂടെയാണ്, കമ്മ്യൂണിക്കേഷനിലൂടെയാണ് എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ആവുള്ളൂ. അപ്പോൾ ഒരു മടി കാണിക്കുന്ന വോയിസ് വിടാനാണ് ഇഷ്ടം എന്ന് വിചാരിക്കുക. ചിലപ്പോൾ അത് കേട്ടാൽ അപ്പം തന്നെ ഡിലീറ്റ് ആക്കുന്ന ആൾക്കാരുണ്ട്. വോയിസ് ഞാൻ കേൾക്കുക അതിൻ്റെ അടുത്തുണ്ടാവും ഡിലീറ്റ് ഇടുന്നത്. അപ്പം അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാവാണ്ട് എല്ലാവരും സജീവമായിട്ട് പ്രവർത്തിക്കണം, ഒരേ മനസ്സോടെ. ഞാൻ പറഞ്ഞില്ല, പല പാർട്ടി പ്രവർത്തകരും പല സ്വഭാവക്കാരും പല രൂപത്തിലുള്ള ആൾക്കാരെ ഒരേ മനസ്സോടെ എല്ലാവരും പ്രവർത്തിക്കണം. നല്ലൊരു മാതൃകാപരം എല്ലാവർക്കും നമ്മൾ മാറ്റണം. അതിന് നിങ്ങളെ സപ്പോർട്ട് വേണം. ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മുടെ സെക്രട്ടറി, പ്രസിഡന്റ്, നമ്മൾ പിന്നെ ബാങ്ക് കമ്മിറ്റി ഭാരവാഹികളൊക്കെ നമ്മളെ കൂടെ. ഞാൻ അവിടെ വന്നപ്പോൾ ആദ്യം എന്നോട് പറഞ്ഞ ഡിമാൻഡ്, ഉദ്യോഗസ്ഥ പറഞ്ഞ ഡിമാൻഡ് ചെറുപ്പക്കാരൊന്ന് കൂട്ടി പിടിക്കണേ. അപ്പോൾ അതൊക്കെ ആഗ്രഹമുണ്ട്, കൂടെ കൂട്ടണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം മൂപ്പരുടെ നേതൃത്വത്തിൽ ഇൻഷാ അല്ലാഹ് നല്ലൊരു രൂപത്തിൽ നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം. ഇനി നമ്മൾ ചെയ്യേണ്ട തരം ആദ്യത്തെ പടി എന്താ, നമ്മളിപ്പോൾ ഒരു ക്ലാസ് വെക്കണം. അവിടെ ഒരു ക്ലാസ് വെച്ച് നമ്മൾ ഗ്രൂപ്പിൽ വാട്സപ്പിലാണ് വിടും. എന്നിട്ട് എന്താ പറയുക, ഇതിപ്പോൾ ഈ ഒരു ആളുകൾ വരാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇത്ര ആളുകളോട് വരാനുള്ള കാരണം എന്താണ്, എങ്ങനെ പേഴ്സണൽ മെസ്സേജ് ഒന്നുകൊണ്ടാണ്. ഞാൻ ഗ്രൂപ്പിൽ ഇപ്പോൾ യുവാക്കളൊക്കെ വരിക പറഞ്ഞാൽ വിട്ടാത്തൊരു മനുഷ്യൻ ഇവിടെ വരുന്നത് എനിക്ക് നല്ല പോലെ ഒരാൾ വരിക കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സമയമൊക്കെ മാറ്റി വെച്ചിട്ട് പിന്നെ വിളിക്കേണ്ട ആളുകളൊക്കെ വിളിച്ചിട്ട് ചില ആൾക്കാർ ഫോൺ എടുക്കുന്നില്ല. രാവിലെ ഞാൻ ചോദിക്കുന്നത്, രാവിലെ 8 മണിക്കാണ് വിളിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കണം. അപ്പൊ ഇനി പ്രയാസപ്പെടുത്തേണ്ട വിചാരിച്ചാൽ എന്ത് ചെയ്ത് എല്ലാവർക്കും മെസ്സേജ് അയച്ചു. അപ്പോൾ അതുകൊണ്ട് ഒരാളെ സ്വന്തമായിട്ട് ഇപ്പൊ കല്യാണത്തിന് പെരയിൽ വന്നിട്ട് മനോട് പറയാണ്, മോനെ കൊണ്ടിട്ട് പറഞ്ഞാൽ മോൻ പോവോ? പോയി കയറല്ലേ? പോകാൻ വലിയ ഉണ്ടാവില്ല, ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. നേരെ മറിച്ച് ഓനോട് വ്യക്തിപരമായിട്ട് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, സന്തോഷത്തോടെ പോകും. അങ്ങനെ ഒരു കാര്യം ഉണ്ട്. ആ ഒരു സൈക്കോളജിയാണത്. അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാം. ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ഒഴിവുള്ള ഒരു ദിവസം എല്ലാ വീടുകളും നോക്കാം. വീട്ടിൽ പോയിട്ട് ആ വീട്ടിൽ 13 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾ, അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. 13 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾ, അങ്ങനെ ഒരു ലിസ്റ്റ് ഓരോ വീട്ടിൽ ഇങ്ങനെ ആദ്യം എഴുതി വെച്ചിട്ട് ഓരോരുത്തരെയും ഇങ്ങനെ ആഡ് ചെയ്താൽ മതി. അതുപോലെ തന്നെ പിന്നെ 20 വയസ്സ് മുതൽ 40 വയസ്സ് വരെ അവരെ പിന്നെ പേരും നമ്പറും ഓരോ പള്ളിയിലും ഓരോ വിഭാഗത്തെ എഴുതിയിട്ട്
ഈ പിന്നെ ഏകദേശം 13 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള ബോയ്സ്, അതുപോലെ 13 മുതൽ 20 വയസ്സ് വരെയുള്ള ഗേൾസ്, അതുപോലെ ലേഡീസിന് എല്ലാവർക്കും ഒരു ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ 20 മുതൽ 40 വരെയുള്ള ആൺകുട്ടികളെ ഒരു ഗ്രൂപ്പ് ഒക്കെ നമ്മളുണ്ട്. അപ്പോൾ 40 വയസ്സിന് മുകളിലുള്ള നമ്മളെ ടീമും ഒഴിവാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ടീമിൽ നമുക്ക് പിന്നെ ഇതിപ്പോൾ എന്താ പറയുക, നമ്മളൊരു വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ ചെറുപ്പക്കാരോട് പറയേണ്ട വിഷയങ്ങൾ ആരോടെങ്കിലും പറഞ്ഞില്ല, വയസ്സായവരോട് പറയേണ്ടത് ചെറുപ്പക്കാരോട്. അപ്പോൾ ഒരു ഫലം ചെയ്യില്ല. അതിനെ മറിച്ച് ഓരോ ലിസ്റ്റ് നമ്മളെ കയ്യിൽ ഞാൻ പരിപാടി വെക്കുക, പിന്നെ ആരെങ്കിലും എന്ത് ചെയ്യാം, ഫോണിൽ വിളിക്കുക, കൃത്യമായിട്ട് വരാൻ വേണ്ടി പറഞ്ഞാൽ സദസ്സ് ഗംഭീരം, അത് ഉറപ്പാണ്, യാതൊരു സംശയം. അപ്പം അങ്ങനെ കാര്യം ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥലം വീട്ടിൽ പോയിട്ട് നമുക്ക് അങ്ങനെ അത് പുസ്തകം പറഞ്ഞാൽ മതി, ഗ്രൂപ്പ് പറഞ്ഞിട്ട് ഒരു 10 ആളോ 5 ആളോ കൂടിയിട്ട് പോവാം. പോവാന്നുള്ള ചിന്ത ഉണ്ടാവുന്നത് എല്ലാവരും അതിന് കർച്ചകട്ടെ നമ്മളെ കൊണ്ട് നാടിന് വേണ്ടി എന്തെങ്കിലും ഒരു ഗുണം ചെയ്യണം, അതിന്റെ ഭാഗമാവണം. നിബിദിനാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മൾ